Hello, my dear students, and welcome to the class of Pteridophyta. In today's class, we discuss about a pteridophyte, namely Selaginella, which is otherwise known as club moose or spike moose. ഈ ചെടി നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ വളരെ സുപരിചിതമായ ഒരു ചെടിയാണിത്, സെലാജിനെല്ല. ഇതൊരു ടെറിഡോഫൈറ്റാണ്. നമ്മൾ ഇതിനെ ഓണക്കാലത്ത് ചിലപ്പോഴും വീട്ടുമുറ്റങ്ങളിൽ സ്ഥിരമായി കാണുന്ന ശീബൂതി, ചിയോതി എന്നൊക്കെ പറയുന്ന ചെടിയാണിത്. ചിലപ്പോൾ മതിലിൻ്റെ മേലെയൊക്കെ ഈ ചെടി കാണാം, ചെറിയ രീതിയിൽ കാണാം. ഇതൊരു ആൻജിയോസ്പേം അല്ല, ഇതൊരു ടെറിഡോഫൈറ്റാണ്. ഓക്കെ. Taxonomic position of Selaginella, it is coming under division Lycophyta, class Ligulopsida, order Selaginellales, and family Selaginellaceae. Distribution പറയാണെങ്കിൽ it is commonly called as club moose and spike moose, and it has worldwide distribution. It is abundant in tropics and grows in ground and shady places. Most common species is Selaginella kraussiana. അപ്പം ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെ സുപരിചിതമാണ്. വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള ഈ എബണ്ടൻ്റ് ആയിട്ടുള്ള ഈ പ്ലാന്റ് ട്രോപ്പിക്കൽ റീജിയനിൽ കാണുന്നതാണ്. ഇത് ഗ്രൗണ്ടിലും ഷേഡി പ്ലേസസ് ആണ് മെയിനായിട്ട് ഇത് ഇഷ്ടപ്പെടുന്നത്. വെജിറ്റേറ്റീവ് മോർഫോളജി പറയുകയാണെങ്കിൽ ദ പ്ലാന്റ് ബോഡി ഇസ് സ്പോറോഫൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം, ലീവ്സ്, ലിഗ്യൂൾസ് ആൻഡ് റൈസോഫോഴ്സ്. അപ്പം നമ്മൾ ടെറിഡോഫൈറ്റിൻ്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റാണ്. നമ്മൾ ബ്രയോഫൈറ്റ് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, റിക്സിയ അല്ലേ? റിക്സിയൻ്റെ പ്ലാന്റ് ബോഡി എന്താ? ഗാമറ്റോഫൈറ്റാണ്. അതേസമയം സെലാജിനെല്ല അല്ലെങ്കിൽ ടെറിഡോഫൈറ്റിൻ്റെ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റാണ്. So, ഈ സ്പോറോഫൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി ഇസ് ഡിവിസിബിൾ ഇൻ ടു സ്റ്റെം, ലീവ്സ്, ദെൻ റൈസോഫോർ, റൂട്ട് ആൻഡ് ലിക്യൂൾ. ഓക്കെ, റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്, ദെൻ റൈസോഫോർ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് റൂട്ട്. ദ റൂട്ട് ഓഫ് ദ യങ് സ്പോറോഫൈറ്റ് ഈസ് ഓഫ് പ്രൈമറി റൂട്ട് വൈൽ അതേഴ്സ് ആർ അഡ്വൻറ്റീഷ്യസ്. അപ്പോൾ പ്രൈമറി അല്ലെങ്കിൽ യങ് സ്പോറോഫൈറ്റിൽ കാണുന്നത് പ്രൈമറി റൂട്ടാണ്. അതേസമയം മെച്യൂർഡ് ആയിട്ടുള്ളതിൽ അഡ്വൻറ്റീഷ്യസ് റൂട്ടായിരിക്കും. ദെൻ ദ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആർ അറ്റ് ദ ടിപ്പ് ഓഫ് റൈസോഫോഴ്സ്. റൈസോഫോറിൻ്റെ ടിപ്പിലുള്ളതാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. അപ്പം ഇതാണ് പ്രൈമറി റൂട്ട്. ഓക്കെ, ഇതാണ് പ്രൈമറി റൂട്ട്. ഇതാണ് റൈസോഫോർ. റൈസോഫോർ എന്ന് പറയുന്നത് നോർമലി ഈ സ്റ്റെം റീജിയനിൽ നിന്നും താഴോട്ടേക്ക് ഭൂമിയിലേക്ക് വരുന്ന ആ റൂട്ട് ലൈക്ക് സ്ട്രക്ചറിന്, കുറച്ച് ഹാർഡായിട്ടുള്ള റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെയാണ് റൈസോഫോർ എന്ന് പറയുന്നത്. അത് ഭൂമിയിലേക്ക് ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അഡ്വൻറ്റീഷ്യസ് റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. ഏരിയൽ റൂട്ട് ഹാഡ് ഡെവലപ്ഡ് caps and cutinized epidermal cell and enter soil. അപ്പം ഈ ഏരിയൽ റൂട്ടിന് എന്തുണ്ട്? ക്യാപ്സ് ആർ പ്രസൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ക്യൂട്ടിനൈസ്ഡ്. ഓക്കെ, സോ ദ റൂട്ട് ഓഫ് ദ യങ് സ്പോറോഫൈറ്റ് ഇസ് പ്രൈമറി റൂട്ട് വൈൽ അതേഴ്സ് ആർ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്. നൗ സ്റ്റെം. The stem is green, dorsiventral and prostrate with short erect branches. ഇപ്പോൾ സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? ഡോർസിവെൻട്രൽ, പ്രോസ്ട്രേറ്റും ആണ്, അതായത് കുത്തനെ വളരുന്നതുമാണ്. ദെൻ ഷോർട്ട് ഇറക്റ്റ് ബ്രാഞ്ചസും കൂടി അതിൻ്റെ മേലെ ഉണ്ടാവും. ദ ബ്രാഞ്ചസ് ആർ അറേഞ്ച് ഡൈക്കോട്ടമസ്ലി. എപ്പോഴും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോവുക ബ്രാഞ്ചസ് എപ്പോഴും, കണ്ടോ? അതിനെ പറയുന്നതാണ് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ്. They are also pseudomonopodia, that is false growth from one point. The shoot apex consists of single apical cell in most cases. So the stem is green, dorsiventral and prostrate with short erect branches, and the branches are dichotomously arranged. Okay. Now, നേരത്തെ പറഞ്ഞ റൈസോഫോർ അതെന്താണ്? In some species, leafless and colorless branch arise from the prostrate stem near the point of branching.
They grow downwards and have group of adventitious roots. They are called as rhizophores. Some scientists consider them branches and some consider them as roots, and still they consider it as an other consider it as an organ for protection and other function. But recently they are known as adventitious roots and they have dichotomous branching tip. അപ്പോൾ റൈസോഫോർ എന്ന് പറയുന്ന സ്ട്രക്ചർ സെലാജിനലേൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചറാണ്. ഇതെന്താണ് ആക്ച്വലി ഈ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് നടത്തുന്ന ഈ പോയിന്റിൽ സ്റ്റെമ്മിൻ്റെ അവിടെ എന്താ പ്രോസ്റ്റേറ്റ് സ്റ്റെമ്മിൻ്റെ ഈ പോയിന്റിൻ്റെ അടുത്ത് ബ്രാഞ്ചിങ് പോയിന്റിൻ്റെ അടുത്തുനിന്ന് ഒരു ലീഫ്ലെസ് സ്ട്രക്ചർ ഡൗൺവേർഡ് ഗ്രോത്ത് ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് ഗ്രോ ചെയ്യും. ഓക്കെ, ഇതെന്താണ് കളർലെസ് ആണ്, ലീഫ്ലെസ് ആണ്. ഓക്കെ, ആൻഡ് ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന അവിടെ എന്ത് ഫോം ചെയ്യും? ആക്ച്വലി ദേ ഫോം ദി അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആർ ഫോം. ഇവിടെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് ഇതാണ് റൈസോഫോർ. ഇനി ചില സയൻറ്റിസ്റ്റ് ഇതിനെ ബ്രാഞ്ചസ് ആയിട്ടും ചില സയൻറ്റിസ്റ്റ് റൈസോഫോറിനെ റൂട്ട്സ് ആയിട്ടും ചില സയൻറ്റിസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് അതർ ഫങ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ഓർഗൻ ആയിട്ടുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ റീസെൻ്റ്ലി ഇറ്റ് വാസ് നോൺ ദാറ്റ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ഹാവിങ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ടിപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. ഇതൊക്കെ ബ്രാഞ്ചിങ് ടിപ്പ് എന്താ? ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സെലാജിനല്ല. Now moving to leaves. ലീവ്സിൻ്റെ പ്രത്യേകത എന്താ? മൈക്രോഫിൽസ്. ലീവ്സ് ഓഫ് സെലാജിനല്ല are called microphylls. That is, leaves are small and single vein. ഇനി ഇങ്ങനെയുള്ള ലീവ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഐസോഫിലസ് ആൻഡ് അനൈസോഫിലസ്. See, two types of leaves are there, large leaves and small leaves. ലാർജ് ലീവ്സും ഉണ്ട്, സ്മോൾ ലീവ്സ് ഉണ്ട്. അത് സ്റ്റെമ്മിൻ്റെ ഐദർ സൈഡ് ആയിട്ടാണ് കാണുന്നത്. നോക്കിയാ ലീവ്സ് ഇതാണ് ലാർജ് ലീവ്സ്, ഇതാണ് സ്മോൾ ലീവ്സ്. സ്മോൾ ലീവ്സ്. ഓക്കെ, then anisophilous leaves are in pairs and they may be small and larger one. Small, they are inserted on the dorsal side of the stem, and large, they are inserted on the ventral side of them. അപ്പോൾ മുൻഭാഗത്ത് കാണുന്ന ലാർജ് ലീവ്സ് ആയിരിക്കും, അതിനെ പറയുന്നതാണ് വെൻട്രൽ സൈഡ്. താഴത്തെ ഭാഗത്ത് കാണുന്നതായിരിക്കും എന്ത്? സ്മോൾ ലീവ്സ്. അതിനെ പറയുന്നത് അത് ഡോർസൽ സൈഡ്, താഴത്തെ ഭാഗത്ത് കാണുന്നതായിരിക്കും. ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് ഓഫ് ലീവ്സിനെ പറയുന്നതാണ് ഐസോഫിലസ് ലീവ്സ്. ലീവ്സ് ആർ ഇൻ പെയേഴ്സ്. ഓക്കെ, നൗ ലിഗ്യൂൾസ്. ലിഗ്യൂൾസ് എന്ന് പറയുന്നത് വേറൊരു നോട്ടിസബിൾ ഫീച്ചർ ഓഫ് നമ്മളെ സെലാജിനലേൻ്റെത്. ഓക്കെ, ഈ ഓരോ ലീവ്സിൻ്റെയും താഴത്തെ ഭാഗത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും. ദേ ആർ നോൺ ആസ് ടങ് ലൈക്ക് സ്ട്രക്ചർ. They are known as the ligules. They are small outgrowth on the adaxial or the upper side of the leaf near the base. It is a vestigial organ and provide water. So ഇത് ലീഫിൻ്റെ ഇൻ ദ എഡാക്സിയൽ അല്ലെങ്കിൽ അപ്പർ മേൽ ഭാഗത്ത് കാണുന്ന ഒരു സ്മോൾ സ്ട്രക്ചറാണ് ലിഗ്യൂൾ. ലിഗ്യൂൾസിൻ്റെ പാർട്ട് നോക്കുവാണെങ്കിൽ അതിനൊരു ടെർമിനൽ പാർട്ട് ഉണ്ടാവും. ദിസ് ഇസ് ദ ബോഡി ഓഫ് ദ ലിഗ്യൂൾ ആൻഡ് ലോവർ സൈഡ് ഇറ്റ് ഹാസ് എ ഗ്ലോസോപോഡിയം കവേർഡ് ബൈ ഷീറ്റ്. ഇപ്പോൾ ഒരു ഷീറ്റിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലോസോപോഡിയൽ സ്ട്രക്ചർ ഉണ്ടാവും, അതിൻ്റെ മേലെയായിരിക്കും ബോഡി ഓഫ് ദ ലിഗ്യൂൾ ആൻഡ് ദിസ് ഈസ് ദ ടെർമിനൽ പാർട്ട്. ലിഗ്യൂളിൻ്റെ ഫങ്ഷൻ എന്താ? ഇറ്റ് പ്രൊവൈഡ് വാട്ടർ. ഇതെന്താണ്? സ്മോൾ ഔട്ട് ഗ്രോത്ത് ഓൺ ദ എഡാക്സിയൽ ഓർ ദി അപ്പർ സൈഡ് ഓഫ് ദ ലീഫ് നിയർ ദി ബേസ്. അപ്പോൾ ലീഫിൻ്റെ ബേസ് എന്താ വലിയ ലീഫ് ഉണ്ടല്ലോ, ലാർജർ ലീഫിൻ്റെ ബേസൽ റീജിയനിൽ കാണുന്ന ഒരു സ്മോൾ ഔട്ട് ഗ്രോത്ത് ആണ് എന്ത്? ലിഗ്യൂൾസ്. ഇത് ഇതിലേ ഉള്ളൂ സെലാജിനലേൻ്റെ നോട്ടിസബിൾ ക്യാരക്ടർ. അപ്പോൾ നേരത്തെ കണ്ടത് ഏതാണ്? റൈസോഫോറും ലിഗ്യൂൾസ്. ഇത് രണ്ടുമാണ് സെലാജിനലേൻ്റെ നോട്ടിസബിൾ ഫീച്ചർ. Now moving to anatomy, stem anatomy, stellar system, leaf anatomy and root anatomy. First one is stem anatomy. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് സ്റ്റെം ഉണ്ട് അല്ലേ? ഈ ബ്രാഞ്ചസ്ഡ് സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്താൽ ഇതുപോലെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണുക. ഇറ്റ് ഹാസ് എ തിക്ക് ഔട്ടർ എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എങ്ങനെയാണ്? തിക്ക്, തിൻ വാൾഡ്, റെക്ടാങ്കുലർ സെൽസ് കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ ആണ്.
കോർട്ടെക്സ് എങ്ങനെയാണ്? മെനി ലെയേർഡ് ആണ്. 2 to 4 ആർ തിക്ക് വാൾഡ് കോൾഡ് ഹൈപ്പോഡെർമസ്. സോ ഇതാണ് എപ്പിഡെർമൽ സെൽ. എപ്പിഡെർമൽ സെല്ലിന് എന്തുണ്ട്? ക്യൂട്ടിക്കുലറൈസ്ഡ് ആണ്. ക്യൂട്ടിക്കിൾ കവർ ചെയ്യുന്നുണ്ട്. എപ്പിഡെർമസ് കഴിഞ്ഞാൽ എന്താണ്? കോർട്ടിക്കൽ സെൽസ് ആണ്. 2 to 4 ലെയർ. അതിനെ പറയുന്നതാണ് ഹൈപ്പോഡെർമസ്. Then below this thin walled parenchyma have chloroplasts and have small intercellular spaces. Central portion is separated from the cortex by a cavity having air spaces. അപ്പം ഇതാണ് സെൻട്രൽ സെൽ. സെൻട്രൽ സെല്ല് കോർട്ടെക്സുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയർ കാവിറ്റിയിലെ കൂടിയാണ്. കണ്ടോ, ഇതാണ് സ്റ്റെമ്മിൻ്റെ എയർ കാവിറ്റി പോർഷൻ. ഈ എയർ കാവിറ്റിയിലേക്കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റീലാർ സിസ്റ്റവും ഈ കോർട്ടിക്കൽ റീജിയനും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്പെഷ്യൽ സ്ട്രക്ചർ ഇസ് നോൺ ആസ് ദി ട്രബാക്കുലേ. Endodermis. The cortex and central tissue is connected by radially elongated cell called trabeculae. അപ്പം ഇതിനെ കണക്ട് ചെയ്യുന്ന റേഡിയലി ഇലോങ്ങേറ്റഡ് സെല്ലാണ് ട്രബാക്കുലേ. ദേ കണ്ടെയ്ൻ കാസ്പേരിയൻ സ്ട്രിപ്പ്. ട്രബാക്കുലേ ആർ മോഡിഫൈഡ് എൻഡോഡെർമൽ സെൽസ്. അപ്പം നോർമലി ഒരു സെക്ഷൻ എടുത്തു നോക്കിയാൽ, സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്തു നോക്കിയാൽ കോർട്ടെക്സ് കഴിഞ്ഞാൽ കാണുന്ന ഭാഗമാണ് എൻഡോഡെർമിസ്. സെലാജിനലിൻ്റെ സ്റ്റെമ്മിൻ്റെ ക്യാരക്ടർ നോക്കുവാണെങ്കിൽ കോർട്ടെക്സ് കഴിഞ്ഞാൽ എയർ ക്യാവിറ്റിയാണ് ഉള്ളത്. ആ എയർ ക്യാവിറ്റിയിലാണ് സ്റ്റീലാർ റീജിയൻ ഉള്ളത്. ഈ സ്റ്റീലാർ റീജിയനും കോർട്ടെക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന എൻഡോഡെർമസ് ഇവിടെ റേഡിയലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ്. അതിനെ പറയുന്നതാണ് ട്രബാക്കുലേ. ഓക്കെ, അതിലെന്തുണ്ട്? കാസ്പേരിയൻ സ്ട്രിപ്സ് ആർ ഫൗണ്ട്. So this is the another section. ഇതും അതേപോലെ എൻഡോഡെർമസ്, സ്ലീറൻകൈമാറ്റസ്. ചിലതിൽ എന്താണ് സ്ലീറൻകൈമി ആവണമെന്നില്ല, നോർമൽ ക്ലോസ്ലി പാക്ഡ് പാരൻകൈമി തന്നെ ആവാം ചില മെമ്പേഴ്സിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോർട്ടെക്സ് കഴിഞ്ഞിട്ട് എന്താണ്? പെരിസൈക്കിൾ. ദിസ് ഇസ് ദി ട്രബാക്കുലേ എന്ന് പറയുന്നതാണ് എൻഡോഡെർമസ്. ദെൻ ദിസ് വൺ ഇസ് ദി വാസ്കുലർ ബണ്ടിൽ. ഓക്കെ, സ്റ്റീലാർ സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ, ഈ സ്റ്റീലാർ സിസ്റ്റത്തിൽ എന്തൊക്കെയില്ലേ? ആദ്യം പെരിസൈക്കിൾ ഉണ്ട്. ദർ ഇസ് എ സിംഗിൾ ലെയർ ഓഫ് പെരിസൈക്കിൾ ഓഫ് തിൻ വോൾ സെൽ എൻക്ലോസിങ് ദ വാസ്കുലർ ബണ്ടിൽ, സൈലം ആൻഡ് ഫ്ലോയം. ഫ്ലോയം എന്ന് പറയുന്നത് എന്താ? കമ്പോസ്ഡ് ഓഫ് സീഡ് സെൽസ്. ഫ്ലോയം പാരൻകൈമ കമ്പാനിയൻ സെൽസ് ആർ ആബ്സെന്റ്. Phloem surrounds the xylem completely. Then xylem present in the center. It consists of protoxylem, that is occupies two ends of the metaxylem, and metaxylem occupies the major portion of the stem. These are the composed of tracheids and parenchyma cell. Fibers are absent. അപ്പോൾ വാസ്കുലർ ബണ്ടിൽ എന്താണ്? സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം ആണ്. ഇതാണ് സൈലം, ഇത് സറൗണ്ടഡ് ബൈ ഫ്ലോയം ആണ്. സൈലത്തിലാണെങ്കിൽ എന്തായാലും പ്രോട്ടോസൈലം ഉണ്ട്, മെറ്റാസൈലം ഉണ്ട്. മെറ്റാസൈലം എന്ന് പറയുന്നതാണ് മേജർ പോർഷൻ. ഇതാണ് മെറ്റാസൈലം. അതിൻ്റെ രണ്ട് അറ്റത്ത് മാത്രം എന്തില്ലൂ? പ്രോട്ടോസൈലം ഇല്ലു. ഇത് ഫുൾ സൈലമാണ്. ഈ ഡാർക്ക് പോർഷൻ ഇതിൻ്റെ അറ്റത്ത് മാത്രം കാണുന്നതാണ് എന്ത്? പ്രോട്ടോസൈലം അറ്റത്ത്. ഓക്കെ, ചെറുതായിട്ട് കാണുന്നതാണ് പ്രോട്ടോസൈലം. പ്രോട്ടോസൈലം വലുതായിട്ട് കാണുന്നത് മെറ്റാസൈലം. ദെൻ സൈലത്തിൽ ട്രക്കീഡ്സും പാരൻകൈമ സെല്ലും ഉണ്ട്. സൈലം പാരൻകൈമ സെൽസ്. അതേസമയം സൈലം ഫൈബേഴ്സ് ആബ്സെൻ്റ് ആണ്. ഫ്ലോയത്തിലാണെങ്കിലോ, ഫ്ലോയത്തിൽ സീഡ് സെൽസും ഫ്ലോയം പാരൻകൈമ സെൽസ് ഉണ്ട്. കമ്പാനിയൻ സെല്ല് ആബ്സെൻ്റ് ആണ്. എപ്പോഴും ഫ്ലോയമാണ് സൈലത്തിന് സറൗണ്ട് ചെയ്യുന്നത്. ഇനി റൈസോഫോറിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് ഔട്ടർ ലെയർസ്. ഇതിൻ്റെ ഔട്ടർ ലെയർ എപ്പിഡെർമിസ് ആണ്. തിക്ക് വോൾഡ് ആൻഡ് സിംഗിൾ ലെയേർഡ് സെല്ലാണ്. അത് കഴിഞ്ഞ വാർഡ് എന്താണ്? ദർ ഇസ് കോർട്ടെക്സ്. കോർട്ടെക്സ് എന്ന് പറയുന്നത് തിക്ക് വോൾഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഹൈപ്പോഡെർമിസ്. ദെൻ അത് കഴിഞ്ഞിട്ട് തിൻ വോൾഡ് പാരൻകൈമാറ്റസ് റീജിയൻ ആണ്. ഇന്നമോസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് എൻഡോഡെർമിസ്. ഓക്കെ, so in the rhizophore it is the outermost layer, it is the cutinized epidermis. Epidermis is followed by cortex. കോർട്ടെക്സിൽ തന്നെ ഔട്ടർ കോർട്ടെക്സിൽ എന്താ? തിക്ക് വോൾഡ് സ്ലീറൻകൈമാറ്റസ് സെല്ലാണ്. ആ ലെയറിനെ പറയുന്നതാണ് ഹൈപ്പോഡെർമിസ്. ഓക്കെ, ദെൻ കംസ് ദി തിൻ വോൾഡ് പാരൻകൈമാറ്റസ് റീജിയൻ.
Innermost region is the endodermis. See, endodermis is followed by the pericycle, thin-walled pericycle. ഇത് എൻഡോഡെർമിസ്, ഇത് പെരിസൈക്കിൾ. പിന്നെ എന്താണ്, നമ്മൾ സ്റ്റീലാർ റീജിയൻ ആണ്, വാസ്കുലർ ബണ്ടിലാണ്, പ്രോട്ടോസ്റ്റീലാണ്. സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം ആണ്. ഇറ്റ് ഇസ് ദി പ്രോട്ടോസ്റ്റീൽ. ഓക്കെ, സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം. അതിൽ തന്നെ എന്താണ്, മെറ്റാസൈലും ദെൻ പ്രോട്ടോസൈലം. ഇതാണ് മെറ്റാസൈലം ആൻഡ് ദിസ് ഇസ് ദി പ്രോട്ടോസൈലം റീജിയൻ. ഒരു ഭാഗത്ത് മാത്രമേ പ്രോട്ടോസൈലം കാണുള്ളൂ. Then this is the phloem region and xylem surrounded by phloem. ആ മോഡിനെ പറയുന്നതാണ്, അങ്ങനത്തെ വാസ്കുലർ ബണ്ടിലിനെ പറയുന്നതാണ് എന്ത്, പ്രോട്ടോസ്റ്റീൽ. Now ലീഫിൻ്റെ anatomy നോക്കുവാണെങ്കിൽ this is the upper epidermis and this one is the lower epidermis. ഇത് കഴിഞ്ഞിട്ട് എന്താണ്, there are one cell thick and contain ക്ലോറോപ്ലാസ്റ്റ്. ഈ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് വൺ സെൽ തിക്കാണ്, കണ്ടിന്യൂസ് ആണ്. അത് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഗ്രീൻ കളറായിരിക്കും. സ്റ്റൊമാറ്റ അപ്പറിലും ലോവർ എപ്പിഡെർമിസിലും കാണുന്നുണ്ട്. മെജോറിറ്റിയിൽ ലോവർ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റ ഉള്ളത്. ഓക്കെ, ദെൻ ബിലോ ദ എപ്പിഡെർമിസ് ദർ ഇസ് മെസോഫിൽ ടിഷ്യൂ ഹാവിംഗ് തിൻ വാൾ പാരൻകൈമ സെൽ. These contain chloroplasts and have small and large air spaces. So these are the chloroplast containing mesophyll tissue. It is small intercellular air spaces are there. See, parenchymatous cell ആണത്, അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഗ്രീൻ കളറായിരിക്കും. വാസ്കുലർ ബണ്ടിൽ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ഫ്ലോയത്തിൽ സീഡ് സെല്ലും പാരൻകൈമയാണ്. ആൻഡ് ഇവിടെ എന്താണ്, സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയമാണ്. ആൻഡ് വാസ്കുലർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്തിട്ട് ബണ്ടിൽ ഷീറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ദി അപ്പർ എപ്പിഡെർമിസ് ആൻഡ് ദിസ് വൺ ഇസ് ദ ലോവർ എപ്പിഡെർമിസ്. രണ്ടും സിംഗിൾ ലെയേർഡ് സെല്ലാണ്, ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. രണ്ടിലും സ്റ്റൊമാറ്റ ഉണ്ട്. ലോവർ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റ കൂടുതലായിട്ടുള്ളത്. ദെൻ വാസ്കുലർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്തിട്ട് ബണ്ടിൽ ഷീറ്റ് ഉണ്ടാവും. ഓക്കെ, ദെൻ അപ്പർ എപ്പിഡെർമിസിൻ്റെയും ലോവർ എപ്പിഡെർമിസിൻ്റെയും ഇടയിൽ പാരൻകൈമാറ്റസ് മീസോഫിൽ ടിഷ്യൂസ് ഉണ്ട്, അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. മീസോഫിൽ ടിഷ്യൂസ് കണ്ടിന്യൂസ് അല്ല ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഇന്റർസെല്ലുലാർ സ്പേസ്. സോ ദിസ് ഈസ് അബൌട്ട് ദി ലീഫ് അനാറ്റമി ഓഫ് സെലാജിനല്ല. And we have already discussed about ligule. The parts of ligule contain apex, then it contains the body, and the lower part is the glossopodium. Glossopodium is covered by glossopodial sheath. Okay, ഇതാണ് ലിഗ്യൂളിൻ്റെ സ്ട്രക്ചർ. Now root anatomy. Root anatomy, it is the continuous outermost layer is the epidermis. Epidermis is covered by thin cuticle. Then root hairs are present and arise from the epidermis. So epidermis എന്ന് പറയുന്നത് സിംഗിൾ ലെയേർഡ് ആണ്. ഇതിൽ റൂട്ട് ഹെയർസ് ഉണ്ടാവും. ക്യൂട്ടിക്കിൾ സറൗണ്ട് ചെയ്യുന്നുണ്ട് എപ്പിഡെർമിസിന്, അവിടെ റൂട്ട് ഹെയർസ് ആർ ഓൾസോ പ്രസൻറ്റ്. Now എപ്പിഡെർമിസ് കഴിഞ്ഞ പാട് ദർ ഇസ് എ വൈറ്റ് കോർട്ടെക്സ് ഇസ് പ്രസൻറ്റ്. ഈ കോർട്ടെക്സിൽ തന്നെ ഔട്ടർ കോർട്ടെക്സ് തിക്കാണ്, സ്ലീറൻകൈമാറ്റസ് സെൽസ്, അതിനെ പറയുന്നതാണ് ഹൈപ്പോഡെർമിസ്. നമ്മൾ സ്റ്റെമ്മിൻ്റെയും റൈസോഫോറിൻ്റെയും അനാറ്റമിയിൽ കണ്ട പോലെ തന്നെ കോർട്ടെക്സിൻ്റെ ഔട്ടർ കോർട്ടെക്സ് ഇസ് നോൺ ആസ് ദി ഹൈപ്പോഡെർമിസ് ബിക്കോസ് ദേ കണ്ടെയ്ൻ തിക്ക് വാൾ സെൽ. Now inner cortex എന്താ, പാരൻകൈമാറ്റസ് സെല്ലാണ്. ദെൻ ഫൈനലി കംസ് ദി എൻഡോഡെർമിസ്. Endodermis is followed by single layer pericycle. Then comes the steel. Steel എങ്ങനെയാണ്, പ്രോട്ടോസ്റ്റീൽ. സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം. ഇതാണ് പ്രോട്ടോസൈലം ആൻഡ് ദിസ് ഇസ് ദി മെറ്റാസൈലം. ഇവിടെയും പ്രോട്ടോസൈലം റൈസോഫോറിനെ പോലെ തന്നെ ഒരു സൈഡിൽ മാത്രമേ കാണുന്നുള്ളൂ. മെജോറിറ്റി ഏരിയ ഇസ് കവേർഡ് ബൈ മെറ്റാസൈലം. ദെൻ സൈലത്തിന് സറൗണ്ട് ചെയ്യുന്നത് ഫ്ലോയമാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഇസ് നോൺ ആസ് ദി പ്രോട്ടോസ്റ്റീൽ. Okay, so these are the root anatomy. So we have discussed about the structure of morphological structure and anatomy of Selaginella. അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രോപ്പിക്കലിൽ കാണാൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള വൺ ഓഫ് ദി ടെറിഡോഫൈറ്റ് ആണ് സെലാജിനല്ല. ദെൻ ദ പ്ലാന്റ് ബോഡി ഇസ് ഡിവിസിബിൾ. പ്ലാന്റ് ബോഡി എന്താണ്, ഇറ്റ് ഇസ് എ സ്പോറോഫൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഡിവിസിബിൾ ഇൻ ടു
stem, leaves, root, rhizophore. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്റ്റെമ്മിൻ്റെ, ലീഫിൻ്റെ, റൂട്ടിൻ്റെ, റൈസോഫോറിൻ്റെ അനാട്ടമി എല്ലാത്തിനും പ്രോട്ടോസ്റ്റീൽ തന്നെയാണ് ഉള്ളത്. ദെൻ കോർട്ടെക്സ് ഡിവൈഡ് ചെയ്തിട്ട് ഔട്ടർ കോർട്ടെക്സ് ഹൈപ്പോഡെർമിസ്, സ്ലീറൻ കൈമാറ്റസ് അല്ലെങ്കിൽ തിക്ക് വാൾഡ് സെല്ലും, ഇന്നർ കോർട്ടെക്സ് ആയിട്ട് വരുന്നത് എന്താണ്, പാരൻ കൈമാറ്റസ് സെൽസും ആണ്. Then stele is the protostele where xylem is surrounded by phloem. So this is about the morphological and anatomical features of Selaginella. And in next class we discuss about the reproduction of Selaginella. Okay, thank you.